ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഈ ചർച്ചയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരണം അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇത് പോകരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഈ ചർച്ച തുടക്കം വിട്ടത്. എന്നാൽ ഇടത് വലത് പ്രതികളൊക്കെ അതിലേക്ക് കൊണ്ടുവന്നത് മുഴുവൻ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ തീർച്ചയായും രാഷ്ട്രീയത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടിയിരിക്കും. അതിന് മുൻപ് തൃശ്ശൂർ പൂരവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് താങ്കൾ. പുറത്തു വന്ന ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ കഴിഞ്ഞ് കുറേ മണിക്കൂറുകളായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പോലീസിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതായിരുന്നില്ല. ഇന്നലെ വലിയ ആരോപണമായി വന്നതാണ് പൂരനഗരിയിലേക്ക് ഈ കുടകളുമായി എത്തുന്ന ആളുകളെ തടയുന്ന സാഹചര്യം. ഇന്നലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. അവിടെ രാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത കുടയുമായി എത്തുമ്പോൾ അവിടെ തടയുന്നു. ആനയ്ക്ക് തീറ്റയുമായി എത്തുന്ന ആനപ്പാപ്പന്മാരെ തടയുന്നു. പിന്നീട് ഇന്നിപ്പോൾ ചില ദേവസ്വം പ്രതികളൊക്കെ പറഞ്ഞിരിക്കുന്നു, സ്പെഷ്യൽ കുടകളുമായി എത്തിയ ആളുകളെയൊക്കെ പോലീസ് തടയുകയാണ്, കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവിടേക്ക് കയറ്റി വിടുന്നില്ല. അങ്ങനെ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായി എത്തുന്ന അവർ അംഗീകരിച്ച അല്ലെങ്കിൽ പ്രത്യേക തിരിച്ചറിയൽ രേഖകളൊക്കെ നൽകിയിരിക്കുന്ന ആളുകളെ പോലും കയറ്റിവിടാത്ത തരത്തിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തൃശ്ശൂർ പൂരത്തിൽ പോലീസിന് എന്താണ് അധികാരം? ഉമേഷ്, ഇതിനകത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയം ഇതിനകത്തില്ല. വളരെ ഫ്രാങ്കായിട്ട് പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് ഞാൻ പറയുന്നത്. ബഹുമാനായിട്ടുള്ള ശ്രീ സുനിൽ ലാലു, അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയം ചെറുതായിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ നേതാവും ആ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇടതുപക്ഷവും അതിനകത്ത് രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് അതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. എവിടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പരാജയം തുടങ്ങുന്നത്? തൃശ്ശൂർ പൂരം നശിപ്പിക്കാനുള്ള ശ്രമം പച്ച നാടൻ മലയാള തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ തെമ്മാടിത്തരത്തിന് തുടക്കം കുറിക്കുന്നത്, ഇതിൻ്റെ അധികാരി വർഗ വിഭാഗം ഈ നശിപ്പിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്നാണെന്നറിയാമോ? സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് മുതലാണ്. ഇവരുടെ പച്ച മലയാളത്തിൽ പറയാം, ഇവരുടെ തെമ്മാടിത്തരമാണ് അധികാരി വർഗത്തിൻ്റെ തെമ്മാടിത്തരം. എന്താ സംഭവം എന്നറിയാമോ? സാമ്പിളിൽ ഇവർ എക്സിബിഷൻ അടച്ചു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആചാരങ്ങളല്ലെങ്കിൽ ഒരു എക്സിബിഷൻ എന്ന് പറയപ്പെടുന്നത്. ഒരു മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല, എല്ലാ ജനങ്ങളും വന്ന് കാണുന്ന ഒരു സ്ഥലമാണ്. അത് ഇവർ 10 മണിയാകുമ്പോഴേക്ക് അടപ്പിക്കുന്നു. അവിടുത്തെ അത് പൂരത്തിൻ്റെ സാമ്പിളിന് മുൻപേ അടപ്പിക്കുന്നു, വ്യാപാരികൾ അടപ്പിക്കുന്നു, കടകൾ അടപ്പിക്കുന്നു. അങ്ങനെ സകലവിധ തരത്തിലും ടൈറ്റാക്കിക്കൊണ്ട് ജനങ്ങൾ വരരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി, ജനങ്ങളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഈ പരിപാടി തൃശ്ശൂർ പൂരം പോലെയുള്ള വലിയ ഒരു നാടിൻ്റെ നൈതികതയും സ്വത്വവും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ജാതി മത വർഗ വർണ്ണത്തിന് അതീതമായി കൊള്ളുന്ന ഒരു ആഘോഷത്തെ എങ്ങനെയാണ് അതിന് തുരങ്കം വെക്കേണ്ടത് എന്നുള്ളതിൽ ക്ലാസ് എടുത്ത് പഠിച്ച പോലെയാണ് ഓഫീസർമാർ പെരുമാറിയത്. അതിൻ്റെ പുറകിൽ ഒരിക്കലും ഒരു ഓഫീസർ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന്, ആ ഓഫീസർ ധിക്കാരിയായിരിക്കും. 2, ആ ധിക്കാരിയായിട്ടുള്ള ആജ്ഞ കൊടുക്കുന്ന വ്യക്തിയുടെ പുറകിൽ കൃത്യമായിട്ട് ധിക്കാരം കാണിക്കാൻ മാത്രമുള്ള ശക്തമായ കരങ്ങളും ശക്തമായ ഉപദേശങ്ങളും ഉണ്ടാവും. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സിബിഷൻ തടയുന്നു, അത് കഴിഞ്ഞ് സാമ്പിൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേ റെസ്ട്രിക്ഷൻ വെക്കുന്നു, അതിൻ്റെ പിറ്റേ ദിവസം പൂരത്തിൻ്റെ അന്ന് ഈ എക്സിബിഷൻ പുലർച്ചെ വരെ തുറക്കുന്ന സംവിധാനം അവിടെ തടയുന്നു. ഇനി ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തൃശ്ശൂർ പൂരം തലേ ദിവസം നെതലക്കാവ് ഭഗവതി വരികയും കാര്യങ്ങളും നമ്മളതിന് വിളംബരമൊക്കെ ഉണ്ടെങ്കിലും കാലത്ത് കണിമംഗലം ശാസ്താവ് വരുന്നൊരു ചടങ്ങുണ്ട്. വെയിലും മഞ്ഞും കൊള്ളാൻ പാടില്ല എന്നൊരു വിശ്വാസം ഈ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെയാണ് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുക. ആ കണിമംഗലം ശാസ്താവിൻ്റെ പൂര നഗരിയിലേക്കുള്ള എഴുന്നള്ളിത്ത് വരുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സുകൾ കടത്തിവിട്ടു ആ റൗണ്ടിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക്. എന്തടിസ്ഥാനത്തിലായിരുന്നു? അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ചടങ്ങനെ നശിപ്പിച്ചത് അന്ന് കാലത്ത് തുടങ്ങി വേറെ അഭ്യാസങ്ങൾ. ഇതൊക്കെ കേരളത്തിലെ എല്ലാവരും കണ്ടതാണ്, നിങ്ങളുടെ മാധ്യമങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ ക്യാമറയിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ മഠത്തിൽ വരവായിക്കോട്ടെ, ചെറുപൂരങ്ങളുടെ വരവായിക്കോട്ടെ, സുനിൽ ലാലൂരിൻ്റെ നാട്ടിൽ നിന്നടക്കം ചെറുപൂരം വരുന്നതാണ്, ഘടകപൂരം വരുന്നതാണ്. ആ ഘടകപൂരം വരുന്നതൊന്നും പൂരപ്രേമികൾക്ക്, ആ നാട്ടിൽ നിന്ന് വരുന്ന പൂരപ്രേമികൾക്ക് ആ പൂരം കാണാൻ സാധിക്കുന്നില്ല. കൊട്ടുകാർ അവിടെ നിൽക്കുന്നു, അവർ കൊട്ടുന്നു, ആ മേളം കാണാനോ താളം കാണാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ആചാരങ്ങൾ കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് ഒരു പൂരം പോകുന്ന സമയത്ത് കുത്തുകുളക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പിടിച്ചു തള്ളുന്നു, അനാവശ്യമായി ബാരിക്കേഡ് ചെയ്യുന്നു. ബാരിക്കേഡും കയറും കെട്ടാൻ പോലീസ് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. ജനങ്ങൾ ഇതിനു മുൻപും പൂരം കണ്ടിട്ടുണ്ട്, വർഷങ്ങളോളം തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട്, ഘടകകക്ഷികളുടെ പൂരം കണ്ടിട്ടുണ്ട്, ഘടകപൂരങ്ങളുടെ പൂരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുപൂരങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ആഭാലവൃതം ജനങ്ങൾ അവിടെ ലക്ഷോപലക്ഷം ജനങ്ങൾ കൂടിയിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പോലീസ് അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുകയാണ് പതിവ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി ആളുകൾ പൂരം കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുട കയറ്റി വിടുന്നതായിക്കോട്ടെ, പൂരം നടത്തിപ്പായിക്കോട്ടെ, മഠത്തിൽ വരവായിക്കോട്ടെ, എഴുന്നള്ളിപ്പിന് ചെറുപൂരങ്ങൾ വരുന്ന എഴുന്നള്ളിപ്പുകളായിക്കോട്ടെ, ആ
പൂരത്തിന് ആഘോഷം പകരുന്ന മറ്റു വ്യത്യസ്ത കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ആരോപിക്കാൻ അത് വളരെ മോശമായ സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീ സുനിൽ ലാലൂർ. നിങ്ങളിതിൻ്റെ രാഷ്ട്രീയം, നിങ്ങളുടെ നേതാവും നിങ്ങളും അടങ്ങുന്ന ആളുകൾ, നിങ്ങൾ തൃശ്ശൂർകാരനാണ്, മറ്റൊരാൾ തൃശ്ശൂരാണെങ്കിൽ പോലും തൃശ്ശൂർ മറ്റേ സ്ഥിരം വന്നു പോകുന്ന ആളല്ലല്ലോ. ആ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഉമേഷേ. സുനിൽ ലാലൂർ രാഷ്ട്രീയം പറഞ്ഞത് മോശമായി പോയി, ബൽദേവ് പറഞ്ഞ് ഞാൻ കേട്ടില്ല, അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞത് മോശമായി പോയി. ഇത് തൃശ്ശൂരിൻ്റെ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഉത്സവങ്ങൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നതിൻ്റെ ട്രailer-ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അധികാര ബുദ്ധി കേന്ദ്രങ്ങൾ നാളെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് മുഴുവൻ ഇതുപോലെയുള്ള അഭ്യാസങ്ങളുണ്ടാവും, മുഴുവൻ ഇതുപോലെയുള്ള കത്തരെ പൂട്ടിടാൻ ശ്രമിക്കും. അങ്ങനെ വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും, അത് ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ, ക്രൈസ്തവൻ്റെ ആയിക്കോട്ടെ, മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ, എല്ലാ വിശ്വാസങ്ങളെയും തച്ച് തടുത്തുകൊണ്ട് നാട്ടിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി നാടിനെ എവിടെയൊക്കെയാണോ കൂട്ടായ്മകൾ ഉണ്ടാവണേ, എവിടെയൊക്കെയാണ് വിശ്വാസങ്ങൾ ഉണ്ടാകേണ്ടത്, അതിനെ മുഴുവൻ തകർക്കുന്നൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്ത്. ഇവരാരാണ് വടം കെട്ടി 11 മണിയാകുമ്പോഴേക്കും തൃശ്ശൂർ റൗണ്ടിൽ വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് 3 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 2:30-ക്ക് ശേഷമാണ്. ഒരു 2 മണിക്ക് ഒഴിവാക്കുള്ളൂ എന്ന ആലോചന യോഗത്തിൽ കൃത്യമായി പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇവർ. അതിനുശേഷം 11 മണിയാകുമ്പോഴേക്കും കമ്മിറ്റിക്കാരെ പോലും ഉള്ളിൽ കടത്താതെ, അതിൻ്റെ ചടങ്ങ് നിർവഹിക്കുന്നവരെ ഉള്ളിൽ കടത്താതെ, മേളക്കാരെ പൂർണ്ണമായിട്ട് ഉള്ളിൽ കടത്താതെ, റൗണ്ടിലേക്ക് ആരും പ്രവേശിപ്പിക്കാതെ ഇവരങ്ങ് നിറഞ്ഞു നിൽക്കുക. അമ്പലത്തിനകത്ത് കുടമാറ്റത്തിന് കുടയും കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായി കാര്യം പറഞ്ഞിട്ട് പോലും ഇവരുടെ തിണ്ണമെടുക്കുക, നെഞ്ചുവിരിപ്പ് കാണിച്ച് ഇവർ നിൽക്കുക. ആരാ മറുപടി പറയേണ്ടത്? ഈ സ്വാഭാവികമായിട്ട് അതിനെ എതിർത്താൽ, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് പൂരം കാണാൻ വരുന്നത്, അവർ എതിർത്താൽ അവരെ ഭീഷണിപ്പെടുത്തുക. എന്ത് വെച്ചിട്ട്? ലാത്തി വെച്ച് ഭീഷണിപ്പെടുത്തുക. എത്ര തവണ അവിടെ ലത്തി ചാർജ് നടത്തിയെന്നറിയാമോ? പേടിപ്പിക്കുക വടിയും ചൂണ്ടിക്കാണിച്ചിട്ട്. ആരാണ് ഇവർ? തൃശ്ശൂരങ്ങാടിയിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ മൊത്തം ജില്ലകളിൽ നിന്നും, കേരളത്തിനപ്പുറത്തും ഇന്ത്യക്കപ്പുറത്തും ആളുകൾ വന്ന് ഈ തൃശ്ശൂർ പൂരം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഒരു സംഭവത്തെ ഇത്ര മനോഹരമായി കാണിക്കുന്ന സമയത്ത് അത് തകർക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എവിടെ നിന്നാണ് ഇവർക്ക് അതിനുള്ള അധികാരം കിട്ടിയത്? ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരത്തിനുള്ള ഉപദേശം കൊടുത്തത്? അതിൻ്റെ പുറകിൽ മറ്റ് ഇടപെടലുകളുണ്ടോ എന്നുള്ളതും ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കേണ്ടതാണ്. ഈ ഉദ്ദേശ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള മനഃപൂർവ്വം ഇന്റൻഷനലി ഇത് നശിപ്പിക്കണമെന്നും തടുക്കണമെന്നും വിശ്വാസങ്ങൾ തകർക്കണമെന്നും ഇവിടുത്തെ ആഘോഷങ്ങൾ ഇല്ലാതാക്കണമെന്നും ജനങ്ങൾ തമ്മിൽ തല്ലണമെന്നും ജനങ്ങളെ ഉപദ്രവിക്കണമെന്നും ക്ഷേത്രങ്ങളെ അകറ്റി നിർത്തണമെന്നും ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച, അത് കാക്കിയിട്ടവന്മാരായിക്കോട്ടെ, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവന്മാരായിക്കോട്ടെ, ഏതാളുകളാണെങ്കിലും അവരെ ശക്തമായിട്ട് തൃശ്ശൂർ ജനത രാഷ്ട്രീയമില്ലാതെ നേരിടണമെന്നുള്ളതാണ്. അവിടെ സുനിൽ ലാലൂർ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നു. ബലദേവ് അതിനകത്ത് രാഷ്ട്രീയ ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങയുടെ മന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ, ശ്രീ രാജൻ. അദ്ദേഹം മന്ത്രിയല്ലേ ഇടതുപക്ഷത്തിൻ്റെ? ആ മന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ. മന്ത്രി വലിയ പൂരപ്രേമിയാണല്ലോ. എന്താ മന്ത്രിക്ക് കൃത്യമായിട്ട് പോലീസിനെ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം വിളിച്ചാൽ വരില്ലേ? അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ചിട്ട് അവിടെ വിളിച്ചിരുത്തിയിട്ട് അഭ്യാസങ്ങളൊക്കെ നിർത്തിക്കൊള്ളണം, ജനങ്ങൾ വരുമ്പോൾ അവർക്ക് പൂരം കാണാനുള്ള പരിപാടി ഉണ്ടാവണം, നിങ്ങൾ മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് 7:30 മണിക്ക് ഈ സംഭവം ഉണ്ടായാലോ? കണിമംഗലം ശാസ്താവ് വരുന്ന വിഷയത്തിൽ അവിടെ പ്രശ്നം പറയുന്നത് സുരേഷ് ഗോപിയുടെയും ഒപ്പം ചില ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യം മാത്രമാണ് അവിടെ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. അവിടെ പ്രധാനമായും ബലദേവും ഒപ്പം സുനിലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ താങ്കളുടെ മറുപടി കൂടി വേണം. അതിൽ മറുപടി പറയേണ്ട ആൾ താങ്കളായതുകൊണ്ടാണ് താങ്കളൊക്കെ എന്നെ ചോദ്യത്തിലേക്ക് വന്നത്. അവിടെ ഈ മന്ത്രിയുടെയോ അല്ലെങ്കിൽ MLA-മാരുടെയോ പ്രാദേശിക നേതാക്കന്മാരുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല എന്ന പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവിടെ ആകെ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദു സംഘടനാ നേതാക്കന്മാരും മാത്രമല്ല, എല്ലാ സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും. സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ സുനിൽ ലാലൂരിന് തന്നെ അറിയാന്ന് അതൊരു വിഡ്ഢിത്തരമാണ് പറയുന്നതെന്ന്. സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ, ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, വിവിധ ആളുകൾ, പൊതുജനങ്ങൾ എല്ലാവരും ഇതിനെതിരാണെന്ന്. എല്ലാവരും ആ ദേവസ്വത്തിലെ ആളുകൾക്കുണ്ടായത് ലാത്തി ചാർജ് നേരിട്ടതില്, അതിന് മുമ്പിൽ കുത്തുവിളക്കുമായി പോയ ആ വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ശക്തമായി ഇടപെടുന്നു. സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾക്ക് അതിനകത്ത് രാഷ്ട്രീയം കണ്ടു, അതിനകത്ത് അവന്റെ ജാതി കണ്ടു, അതിനകത്ത് അവന്റെ മതം കണ്ടു എങ്കിൽ അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അവർ അതിനെ രാഷ്ട്രീയമായി എടുക്കുമ്പോൾ നമ്മളിത് സമൂഹത്തിന്റെ വിഷയമായി എടുക്കുന്നു. ഒരു വിഭാഗത്തെ
എന്നല്ലോട്ട് ഇന്ന് പാവർട്ടി പെരുന്നാൾ നടക്കുക, അവിടെ പോലീസ് ഈ അഭ്യാസം നടത്തിയാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയും സമൂഹത്തിന്റെ ഐക്യവും ഊട്ടിയുറയ്ക്കുന്ന അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കുന്ന വലിയൊരു വിശാലമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് എല്ലാ മാധ്യമ പ്രവർത്തകരും കൃത്യമായി ലൈവ് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റും അതിനകത്തുണ്ട്. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കെ ഒരു മന്ത്രി അവിടെ കൃത്യമായി ആ സ്ഥാനത്തുള്ളപ്പോൾ, മുൻ മന്ത്രിമാർ അവിടെ ഉള്ളപ്പോൾ, MP ഉള്ളപ്പോൾ, സുനിലിന്റെ MP ആണല്ലോ ഇപ്പൊ നിലവിലുള്ള MP ഉണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, എല്ലാവരും ഇല്ലേ, മേയർ ഉണ്ടായിരുന്നില്ലേ അവിടെ? ഇവർക്കൊക്കെ കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവിധ വിളവും കാണിച്ചാൽ അവർക്ക് മുമ്പിൽ പഞ്ചപൂച്ച മടക്കി നിൽക്കേണ്ട ബാധ്യത എന്തായിരുന്നു? അധികാര കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒരു വിശ്വാസത്തെയും ഒരു സംസ്കാരത്തെയും ഒരു ആഘോഷത്തെയും ഒരു നാടിന്റെ നൈതികതയെയും തകർക്കുമ്പോ അതും നോക്കി നിന്ന് എങ്ങനെയുണ്ട് എന്ന് ധിക്കാരപൂർവ്വമാണോ ഇവർ സംസാരിക്കേണ്ടത്? അതിനെ രാഷ്ട്രീയമാണോ ഇവർ കാണേണ്ടത്? അതിനകത്ത് ആരൊക്കെ അവിടെ പോയി ദേവസ്വത്തിൽ പോയി എന്നുള്ളതിന്റെ മതവും ജാതിയുമാണോ ഇവർ അന്വേഷിച്ചു പോകേണ്ടത്? മറിച്ച് ഇത് നശിപ്പിക്കാനും തകർക്കാനും തകർത്തെറിയാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ നാഴികക്ക് ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ ആ സംവിധാനത്തെ മാറ്റി നിർത്താനുള്ള അധികാരം അവർക്കില്ലേ? ഇവരെന്താ ചെയ്യാത്തത്? ഇവരെന്താ അവരെ ചോദ്യം ചെയ്യാഞ്ഞത്? ഇവരെന്താ കൃത്യമായി അവരെ ശാസിക്കാഞ്ഞത്? ഇവർ ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ, ഇവർക്കൊക്കെ അതിനകത്ത് രാഷ്ട്രീയവും മതവും ജാതിയും വർഗവും വർണ്ണവുമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് അവിടെ ചർച്ച ചെയ്യാനുള്ളത് ഒരു നാടിന്റെ സംസ്കാരത്തെ തകർക്കുന്ന പ്രവർത്തനത്തിന് ആര് കൂട്ടുനിന്നാലും അവർക്ക് നേരെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അവിടെയാണ് ഞാനും സുനിലും ഞാനും ബലദേവും തമ്മിലുള്ള വ്യത്യാസം, ശ്രീ ഉമേഷ്. അതുകൊണ്ട് BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല. സുരേഷ് ഗോപി പോവും സാർ. സുരേഷ് ഗോപി അദ്ദേഹത്തിന് വൈകുന്നേരം സ്വാഭാവികമായിട്ടൊരു വിഷയം നടക്കുന്നു. ക്ഷേത്ര ആളുകളെയും വിശ്വാസികളെയും പൂരം കാണാൻ വന്ന പൂരപ്രേമികളെയും ആഘോഷിക്കാൻ വന്ന ജാതി മത വർഗ വർണ്ണത്തിന് അതീതമായി നിൽക്കുന്ന വിവിധ ആളുകളെയും ഉപദ്രവപൂർവ്വം കാത്തു നിൽക്കുന്നവരെ പോലും വിറപ്പിച്ചുകൊണ്ട് പോലീസിന്റെ നറനായാട്ട് നടക്കുമ്പോൾ, ആരും ചോദ്യം ചെയ്യാതെ പോലീസ് ഇങ്ങനെ വിളയാടുമ്പോൾ, MP-യും MLA-യും മന്ത്രിയും മുൻ മന്ത്രിമാരും മേയർമാരും ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ, ഇവരൊന്നും ഇടപെടാതെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഇടപെടും സർ. അത് സ്വാഭാവികമല്ലേ? ഞാനായി ഇടപെടില്ലേ? സുനിലായി ഇടപെടില്ലേ? ബൽദേവായി ഇടപെടില്ലേ? ഉമേഷായി ഇടപെടില്ലേ? അദ്ദേഹം പോകും, കാര്യങ്ങൾ സംസാരിക്കും, അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും, കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയും. അതിലെന്താ തെറ്റുള്ളത്? അതിന് സുനിൽ ലാലൂരിന്റെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങിയിട്ട് വേണോ അത് പറയാൻ? കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് എഴുത്തു മേടിക്കണോ? CPM നേതാക്കന്മാരുടെ മുമ്പിൽ എഴുത്തു മേടിക്കണോ? നിങ്ങൾ ചെയ്യേണ്ടത് അതായിരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അധികാര ശ്രേണിയിലിരിക്കുന്ന MP ഉണ്ടല്ലോ, MLA ഉണ്ടല്ലോ, എല്ലാ അധികാര കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മാറി മാറി ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ പ്രവർത്തിക്കണമായിരുന്നു. നിങ്ങൾ ആക്ട് ചെയ്യാതെ അവിടെ പോയി അവരുടെ ജാതിയും മതവും ബൈനാക്കുലർ വെച്ച് നോക്കിയിട്ടേ കാര്യമില്ല സർ. തീർച്ചയായും അവിടെയാണ് ശ്രീ ഉല്ലാസ് താങ്കളിലേക്ക് എത്താം. ആ വിഷയത്തിൽ താങ്കൾ മുന്നോട്ട് വെച്ച താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൂടി വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചർച്ചയുടെ പൂർണ്ണതയിലേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ശ്രീ ബലദേവ് താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ശ്രീ ബലദേവ് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഗുരുതരമായ ഒരു ആരോപണമാണ് ശ്രീ ഉല്ലാസ് മുന്നോട്ട് വെച്ചത്. അവിടെ മുൻ മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, അങ്ങനെ ജനപ്രതിനിധികളുടെ ഒരു ഡസനോളം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കാർക്കും സമയത്ത് ഇടപെടാൻ സാധിച്ചില്ല എന്നൊരു വലിയ ആരോപണമുണ്ട്. കാരണം അങ്ങനെ സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ അവിടെ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു. മാത്രമല്ല, നേരത്തെ ഉല്ലാസ് സൂചിപ്പിച്ച പോലെ തന്നെ, ഒപ്പം സുനിലുമൊക്കെ സൂചിപ്പിച്ച പോലെ, ഈ പൂരപ്പറമ്പിലേക്ക് ആരും വരണ്ട, അവിടേക്ക് ആരും വരണ്ട. അവിടെ പോലീസുകാർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണത്തിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കമ്മീഷണർ പാസ് നൽകിയിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രവേശനം, അത് 50-ൽ താഴെ ആളുകൾക്ക് മാത്രം പ്രവേശനം. ദേവസ്വം ബോർഡ് അംഗീകരിച്ച, ദേവസ്വം അംഗീകരിച്ച അല്ലെങ്കിൽ ഉത്സവ നടത്തിപ്പുകാർ അംഗീകരിച്ച അവർ പാസ് നൽകിയ ഭക്തർക്കോ മറ്റാളുകൾക്കോ അവിടെ പ്രവേശനമില്ല. അവിടെ പ്രവേശനമുള്ളത് കമ്മീഷണർ പാസ് നൽകിയിരിക്കുന്ന ഏതാനും ചില ആളുകൾക്ക് മാത്രം അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. വാഹന പാസ് നൽകി അവരവിടേക്ക് പ്രവേശിപ്പിക്കുന്നു. മറ്റാർക്കും അവിടെ വരണ്ട. ഉത്സവം നടക്കുന്നത്, ഉത്സവം കാണാനായി, ആഘോഷം കാണാൻ അവിടേക്ക് ആരും വരണ്ട എന്ന് നിലപാടെടുക്കാൻ പോലീസിന് എങ്ങനെയാണ് കഴിയുക? മാത്രമല്ല, അത് വൈകുന്നേരം മാത്രം ഉണ്ടായ ഒരു സംഭവം അല്ലല്ലോ ശ്രീ ബലദേവ്. അന്നത്തെ ദിവസം മുഴുവൻ ഈ പരാതികളൊക്കെ വരുമ്പോഴും പൂരനഗരിയിലെ മുഴുവൻ ക്യാമറയ്ക്ക് മുൻപിൽ ഉണ്ടായിരുന്ന മന്ത്രി ഉണ്ടായിരുന്നു, അവിടെ P. രാജൻ ഉണ്ടായിരുന്നു, അവിടെ മന്ത്രി ഉണ്ടായിരുന്നു, സുനിൽകുമാർ ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി ജനപ്രതിനിധികൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയില്ല? അവിടെയാണ് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടോ എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക്, അവരുടെ ആരോപണങ്ങൾക്ക് ബലം തോന്നുന്നത്. ശ്രീ ബലദേവ്, അവതാരകൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം ഉല്ലാസിനെ കൊണ്ട് പറയിപ്പിച്ചു. ഉല്ലാസ് ഞാൻ പറഞ്ഞത് ഞാനിതിലൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടില്ല. താങ്കൾ ഈ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ എവിടെയാണ് രാഷ്ട്രീയം വെച്ചത്? അവിടെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും എണ്ണമിട്ടു പറയുകയല്ല. ഞാൻ എവിടെയാണ് ശ്രീ ബലദേവ് രാഷ്ട്രീയം പറഞ്ഞത്? ഞാൻ പറയട്ടില്ല സർ, ഞാൻ പറയട്ടെ. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു,
ഇത് നമ്മൾ ദേശീയ തലത്തിൽ വളരെ കൂടുതൽ പ്രാധാന്യമുള്ള ലക്ഷങ്ങൾ, ഞങ്ങൾ കൊല്ലക്കാരാണ്, പക്ഷെ ടി വിയിൽ ഇരുന്നത് മൊത്തം പരിപാടി ഞങ്ങൾ എല്ലാ വർഷവും ഈ പൂരം കാണുന്നതാണ്. പൂരത്തിന്റെ പെരുമയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വാചകം ഇതാണ്: വോട്ട് നേടാൻ ഇവിടെ ആരോ തിരക്കഥയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ വാചകം ഇതായിരുന്നു. ബഹുമാനപ്പെട്ട മുരളീധരൻ പറഞ്ഞത് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് കളവൊരുക്കിയത്. അപ്പൊ മുരളീധരന്റെ ആരോപണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, ഉല്ലാസിന്റെ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ള രീതിയിലാണ് കെ മുരളീധരന്റെ പ്രസ്ഥാനം. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഒരിക്കലും ഈ പൂരം നടക്കുന്നതിനുണ്ടായ പോരായ്മകൾ അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഈ പൂരമെന്നല്ല, ഒരു ഉത്സവങ്ങളും എല്ലാത്തിനും പരമാവധി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. പോലീസായാലും കളക്ടറായാലും ഈ പറഞ്ഞ MLA MP മന്ത്രിയും എല്ലാം ഇതിന്റെയൊക്കെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിൽക്കേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് പോരായ്മകൾ സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം ശ്രീ ഉല്ലാസ് പറഞ്ഞതുപോലെ അവിടെ പരിപൂർണമായിട്ട് ഞാൻ ദൂരദർശൻ വഴിയാണ് പല ടിവികൾ വഴി കണ്ടു. അതിനകത്ത് ഞാൻ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തിരുവമ്പാടി പാറമേക്കാവിന്റെ കുടമാറ്റം. ആ കുടമാറ്റമൊക്കെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കണ്ടു. 300ഓളം കലാകാരന്മാരാണ് ഇരുന്ന പഞ്ചവാദ്യവും അതിനകത്ത് ബന്ധപ്പെട്ട പഞ്ചവാദ്യവും പഞ്ചാരിമകളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. അതിനകത്ത് ഡിലേ ഉണ്ടായി, ശരിയാണ്. ഏകദേശം 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് ഫയർ വർക്സ് എന്ന് പറയുന്നത് 3 മണിക്കൂർ കൂടുതലിടെ സമയത്താണ് തുടങ്ങിയത്. അതൊരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് അന്വേഷിക്കാൻ ഈ സംഭവം നടന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി DGPക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിച്ചിട്ട് ഇതിനകത്ത് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് വ്യക്തമായിട്ട് നടപടി കൊണ്ടുവരണം. ആരാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ? താഴെ ആരെയല്ലോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? പോലീസിന്റെ ഏറ്റവും ഉന്നതാധികാരിയായ DGPക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ. പിന്നെ ഇതിനകത്ത് ഞങ്ങളാരും ഒരു രാഷ്ട്രീയം കാണുന്നില്ല. കാരണം ഭരിക്കുന്ന ഗവൺമെന്റിനെ, തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, മുരളീധരൻ രണ്ടുപേരെയും പറഞ്ഞെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇതിനകത്തുള്ള പോരായ്മകൾ ഉണ്ടായാൽ ഗവൺമെന്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ശ്രീ ഉല്ലാസ് പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള മന്ത്രി അവിടെ ഉണ്ട്, അതുപോലെ തന്നെ MLA ഉണ്ട്, മുൻമന്ത്രിയുണ്ട്, ഇവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പോരായ്മ സംഭവിച്ചാൽ അത് ഈ ഗവൺമെന്റിന്റെ പോരായ്മയായിട്ട് കൂട്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂരം എന്നല്ല, ഒരാഘോഷങ്ങളും അതിന്റെ പൊലിമ നശിക്കത്തക്ക രീതിയിൽ നടക്കാൻ വേണ്ടി ഗവൺമെന്റ് കൂട്ടുനിൽക്കില്ല. ഗവൺമെന്റ് അതിന് അനുവാദം കൊടുക്കത്തുമില്ല. ഇവിടെ ഏതൊക്കെയോ ശക്തികൾ, ശരിയാണ്, അല്ലെങ്കിൽ അത്രയും കൂടുതൽ 3 മണിക്കൂർ ഡിലേ വരേണ്ട കാര്യമില്ല. അല്ല, താങ്കൾ ഈ തുടക്കം മുതൽ എന്തോ തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ ഇനി താങ്കൾ പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. വെടിക്കെട്ട് താമസിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് താങ്കളുടെ പരാമർശങ്ങൾ പോകുന്നത്. അവിടെ വെടിക്കെട്ട് താമസിച്ചത് മാത്രമല്ല അവിടെ പ്രശ്നമുണ്ടായി. താങ്കൾക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന ചില ദൃശ്യങ്ങളിലുണ്ട്. അവിടെ സ്പെഷ്യൽ കുടകളുമായി, അതിൽ രാമൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കുടകളുമായി അവിടേക്ക് എത്തുന്ന ആളുകളെ അവിടെ തടഞ്ഞു നിർത്തുന്നു. ഇവിടേക്ക് പ്രവേശനം നൽകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അവിടുത്തെ കമ്മീഷണറാണ്. എന്തുകൊണ്ട് വെടിക്കെട്ടിലേക്ക് മാത്രം താങ്കൾ ശ്രദ്ധ പോകുന്നത് മനസ്സിലാകുന്നില്ല. 2, അതേ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആനയാണല്ലോ പ്രധാന പ്രശ്നമായി അവിടെ പലപ്പോഴും ഉന്നയിക്കുന്നത്. ആനയ്ക്ക് ഭക്ഷണം നൽകുന്നില്ല, വെയിലത്ത് നിർത്തുന്നതൊക്കെ. ഈ ആനയ്ക്ക് ഭക്ഷണമായി എത്തി ആനപ്പാപ്പന്മാരെ അവിടെ തടയുന്നു. എടുത്തുകൊണ്ട് പോടാ എന്ന് ധാർഷ്ട്യത്തോടുകൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ എത്തിയ അവിടുത്തെ ഒരു ഭാരവാഹിയോട് പറയേണ്ടി വരുന്നു. 2, വിളക്കുമാടം എന്ന അവിടുത്തെ ആചാരപരമായി പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്ത് വിളക്ക് എത്തിക്കാൻ വരുന്ന ക്ഷേത്ര ഭാരവാഹിയോട് തടഞ്ഞു വെക്കുന്നു. ഈ ചോദ്യം ചെയ്യാനെത്തുന്ന ആ കമ്മിറ്റിയിലുള്ള ആളുകളെ മർദ്ദിക്കാൻ പോലീസ് ചെല്ലുന്നു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് സാർ. വെടിക്കെട്ടിനെ മാത്രമായി താങ്കൾ ഇതിനെ കൂട്ടിക്കിഴക്കല്ലേ? അവിടെ മാത്രമല്ല, മടത്തിൽ വരവ് പോലെ സുപ്രധാനമായ ചടങ്ങ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ആചാരപരമായി ഒരുപാട് ചടങ്ങുകൾ അവിടെ മുടങ്ങിയത് പോലീസിന്റെ രാഷ്ട്രീയം കൊണ്ടാണ്, പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ്. അവിടെ വെടിക്കെട്ട് മാത്രമായി അതിനെ കാണരുതേ. അല്ല, തീർച്ചയായിട്ടും എന്തെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ മൊത്തം അന്വേഷിക്കാനാണ് ഗവൺമെന്റ് അതിനകത്ത് DGP ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഇത് ചില സംസാരങ്ങൾ, അതായത് സുരേഷ് ഗോപിയുടെയും മുരളീധരന്റെയും സംസാരങ്ങൾ എന്ന് പറയുന്നത്, ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യത്തോടുകൂടി ഈ പൂരം മുടക്കം, അത് ഒരിക്കലും ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഇന്ന് നാളെ കോൺഗ്രസ് ഭരിച്ചോട്ടെ, കോൺഗ്രസ് അല്ലെങ്കിൽ ഞാൻ താങ്കൾ തടസ്സപ്പെടുത്താന്ന് വിചാരിക്കരുത്. ആ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അവർ ആരോപണങ്ങൾക്ക് ബലം വെക്കുന്ന, നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കാം. കാട്ടാക്കടയിൽ പോട്ടെ, അധികം നാൾ പോട്ടെ, 5 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സംഭവിച്ചത് അവർക്ക് ഉയർത്തിക്കാട്ടാം. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ക്ഷേത്രത്തിലെ മൈക്ക് പ്രവർത്തിപ്പിച്ചതിനെതിരെ അന്ന് അവിടെ ഉണ്ടായിരുന്ന DYFI CPM-കാർ എങ്ങനെയാണ് പെരുമാറിയത് നമുക്ക് കാണാം. പിന്നീട് വെള്ളായണി ക്ഷേത്രത്തിൽ അവിടെ കൊടിതോരണങ്ങൾ ഉയർത്താൻ അവിടുത്തെ ഭരണസമിതി തീരുമാനിച്ചപ്പോൾ അതിനെ എതിർക്കുന്ന പോലീസ് നടപടിയുണ്ട്. പിന്നീട് തൃശ്ശൂരിലേക്ക് തന്നെ വന്നാൽ അവിടെ ഗുരുവായൂരിൽ ഒരു ക്ഷേത്രം എങ്ങനെയാണ് ദേവസ്വം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതെന്ന് കാണാം. മലബാർ മേഖലയിൽ സമാനമായ ഇടപെടൽ നടന്നു. അങ്ങനെ ക്ഷേത്രാചാരങ്ങളുമായി ഇത്തരം ചടങ്ങുകളെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്ന ഇടപെടൽ
ചാനലുകൾ, അത് സംശയം ഉണ്ടാക്കുന്നുണ്ട് ശ്രീമതി. അതാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങൾക്ക് ബലം വെക്കുന്നത്. ഇത് 100% തെറ്റാണ്. ക്ഷേത്ര ഒരുവിധ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെന്റ് ഇടപെട്ടില്ല. ശബരിമല സംഭവം വേറെ വ്യത്യസ്തമാണ്. നമ്മളൊരു ചർച്ച, അത് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് തടസ്സപ്പെടുത്താൻ ഈ ഗവൺമെന്റ് യാതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മയക്ക് പ്രവർത്തിപ്പിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ പോലീസ് നടപടികൾ ഉണ്ടാകും. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമേ അല്ല. തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു മഹത്തായ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കേരളത്തിന്റെ തനതായ സംസ്കാരം, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നാണല്ലോ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നത്. ആ തൃശ്ശൂരിൽ നടക്കുന്ന ഈ പരിപാടി ഒരിക്കലും ഗവൺമെന്റ് ആയിട്ട് നഷ്ടപ്പെടുത്തുന്നതിനോ അതിന്റെ പൊലിമ കുറയ്ക്കുന്നതിനോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളൊന്നും അത് വിശ്വസിക്കത്തില്ല. അവിടെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ആ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. അവിടെ പോരായ്മകൾ സംഭവിച്ചു. പൂരം നടത്തുന്നതിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, വിശേഷിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ചില കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് റിപ്പോർട്ടുകൾ കുറേയധികം കിട്ടിയതിനു ശേഷമാണ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഷ്ട്രീയം കാണാനൊന്നും ഞങ്ങളില്ല. കാരണം ഇത് രാഷ്ട്രീയ പാർട്ടി നടത്തുന്നതാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടേതല്ല. കേരളത്തിൽ അവിടുത്തെ ഒരു സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയിൽ ഉപരിയായിട്ട് ജനലക്ഷങ്ങൾ വളരെ കൂടുതൽ വിശ്വാസത്തോടെ, വളരെ കൂടുതൽ ആദരവോടെ കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണിത്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും ഞങ്ങളാരും രാഷ്ട്രീയം കാണുന്നില്ല. കാര്യം അത് രാഷ്ട്രീയം ആര് കാണുന്നു, അത് BJP കണ്ടാലും കോൺഗ്രസ് കണ്ടാലും ഇടതുപക്ഷം കണ്ടാലും കാണുന്നവർക്ക് ദോഷം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും അതിന്റെ രാഷ്ട്രീയം കാണുന്നില്ല. വളരെ നല്ല രീതിയിൽ പൂരം നടത്തുന്നതിന് മാസങ്ങൾക്ക് ഇവിടെ അതിനകത്ത് ബന്ധപ്പെട്ടവർ പറഞ്ഞല്ലോ, മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല ഇത് തീരുമാനിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ ആന എഴുന്നള്ളിപ്പും മറ്റു മേളങ്ങളും എങ്ങനെ ക്രമീകരിക്കണം, വളരെ ഏക്കർ കണക്കിന് വസ്തുവിനകത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നു, അവരെയൊക്കെ നിയന്ത്രിക്കണം. ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പ് അതായത് സമയക്രമം മാത്രം ഇടപെടാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അവിടെ വീഴ്ച പറ്റിയത് ഏതാനും ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്, സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല എന്നാണ് താങ്കളുടെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനിലെ കൂടി പോകേണ്ടിയിരിക്കും. സുനിൽ, താങ്കൾ പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പങ്കാളിയാകുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ താങ്കളാണ് രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു വെച്ചത്. ഈ ബലദേവ് പറയുന്ന പോലെ ഇവിടെ സർക്കാരിനൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണോ താങ്കളുടെ നിലപാട്? പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം പറ്റിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥർക്ക് മാത്രം പറ്റിയതാണ്? സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു രീതിയിലും ഇടപെടാമായിരുന്നാൽ ഇടപെട്ടില്ല, അതൊന്നും വീഴ്ചയല്ല, അവിടെ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ വീഴ്ച പറ്റിയത്? ഞാൻ ഈ രണ്ട് സഹപാനലിസ്റ്റുകൾ പറയുന്നത് മുഴുവൻ കേട്ടതാണ്. ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ കയറിയ അഭിപ്രായം മറ്റ് സഹപാനലിസ്റ്റുകൾ പറയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഇവിടെ കെ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ വളരെ പ്രമുഖനായ നേതാവ്, ഈ തൃശ്ശൂരിന്റെ പാർലമെന്റ് UDF സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സത്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമായി DGPക്ക് മുന്നേ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ സത്യത്തിൽ ഈ ആഭ്യന്തരമന്ത്രി സത്യത്തിൽ രാജിവെക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ്. ഈ ആഭ്യന്തരമന്ത്രിയെ തുടരാൻ അദ്ദേഹത്തിന്റെ ഒരു തരത്തിൽ പോലും ഇരിക്കാൻ പോലും, ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ലാത്തൊരു സംഭവം. കാരണം ഒരു വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിക്കിരുന്നിട്ടെന്നാണ് കാര്യം. ഞാനിവിടെ രാഷ്ട്രീയം തന്നെയാണ് സംസാരിച്ചത്. ഞാൻ ആ പാനലിസ്റ്റിനോട് പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം തന്നെയാണ് സംസാരിച്ചത്. ഈ പൂരത്തിനിടയിൽ രാഷ്ട്രീയം കലർത്തിയത് ആരാണ്? നിങ്ങളുടെ ഫേസ്ബുക്ക് വാളുകളിൽ വരുന്ന ഫോട്ടോ എന്താണ്? ഈ സിനിമ സ്റ്റൈലിൽ ചില ആളുകൾ നടന്നു വരുന്നു, ചില സ്ഥാനാർത്ഥി ഇങ്ങോട്ട് പോകുന്നു, ചില സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് ശരിയായത്, ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ ഇത് ശരിയായി എന്നുള്ളത് ഈ മണിക്കൂറിൽ ഈ വാളുകളിൽ വരുന്ന കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രാഷ്ട്രീയ സ്റ്റണ്ട് ഇല്ലേ? രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ തൃശ്ശൂരിലെ പുത്തൻപള്ളിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന പന്തല് ഉള്ളിലേക്ക് മാറ്റിയത് എന്താണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പള്ളികൾ തകർക്കുമെന്ന് പറഞ്ഞതും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനകത്തുള്ള മതേതര സംസ്കാര സ്വഭാവമൊന്നുമില്ല. ഇതിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞങ്ങൾ പ്രയോഗിക്കും, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ എന്നുള്ള ഭാഷയാണ് ആ പാനലിസ്റ്റ് പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്സവമാണ്. എല്ലാ ആളുകളും വരും. 11 മണിക്ക് വരുന്ന ഈ മഠത്തിൽ വരവ്, ആ 11 മണി കഴിഞ്ഞപ്പോൾ ദേവസ്വം ഭാരവാഹികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നതിന്റെ പ്രധാന കാരണം അറിയാം. അവിടെ നിന്ന് പൂരപ്രേമികൾ വടം കെട്ടി അവരെ അടിച്ചോടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഈ പൂരം അവസാനിക്കുന്നത് 2 മണിക്കാണ്, വെടിക്കെട്ട് 3 മണിക്കാണ്. 1 മണിക്കൂർ പോലീസിനെ ക്രമീകരിക്കാൻ വേണ്ടി, ആളുകളെ ക്രമീകരിക്കാൻ വേണ്ടി, വടം കെട്ടി ക്രമീകരിക്കാൻ വേണ്ടി, ആ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 1 മണിക്കൂർ ഉള്ളത്.
ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ 3:15 കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെടിക്കെട്ടാണ്. അത് 4:15 വരെ നിൽക്കും, ചിലപ്പോൾ 4:30 വരെ നിൽക്കും, അത് ചിലപ്പോൾ 5 മണി വരെ നിൽക്കും. ഇതാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് കാണാൻ ആയിരക്കണക്കിന് ആളുകളല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തൃശ്ശൂരിലേക്ക് കടന്നു വരുന്ന പല വഴി. തൃശ്ശൂർ ടൗണിലേക്ക് കയറുന്ന ഏകദേശം 14 വഴികളിൽ ആളുകളുണ്ട്, അതിന് ചുറ്റും ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെയാണ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തെമ്മാടിത്തരം കാണിച്ചത്. ആ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ആ തെമ്മാടിത്തരം കാണിച്ചതിനെ കൃത്യമായി പ്രതികരിക്കുകയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ചെയ്തത്. അതല്ലാതെ അതിന് വേറെ ഭാഷ ഉപയോഗപ്പെടുത്തിയല്ല. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ശബരിമലയിൽ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഈ ആരോപണം പറഞ്ഞ ഒരാള് ആ സ്ഥാനത്തുണ്ടായിരുന്നു. ഇവിടെ ഒരു വിഷയം വന്നപ്പോൾ ഇവിടെയും ഉണ്ടാണ്. ഇതിലെന്താണ് തെറ്റുള്ളത്? ഇതില് തെറ്റുള്ളത്? ഈ സാന്നിധ്യങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാറില്ല. ഈ സാന്നിധ്യങ്ങൾക്ക് ഉത്സവം ആഘോഷിക്കാം, അവർക്ക് വരാം, അവർക്ക് ഈ വിശ്വാസത്തിന്റെ ഭാഗമാവാം. അവരുടെ ജാതിയോ മതവും നോക്കിയിട്ടല്ല, അവരെല്ലാവരും നിലനിൽക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട ഞാൻ ഉൾപ്പെടെ ഈ പൂര നടത്തിപ്പിന്റെ ഭാഗമായി വർഷങ്ങളോളം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ജാതിയും വലിയ പ്രശ്നമില്ല. പക്ഷെ ചില ആളുകൾ വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഷ ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയായ രീതി തൃശ്ശൂരിൽ വേണ്ട എന്നാണ് പറയുന്നത്. ആ രാഷ്ട്രീയം ഇവിടെ വില പോവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് പൂരത്തിന് സമയത്ത് ആ രാഷ്ട്രീയം മാറ്റിവെക്കുന്നു. ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. ആശയപരമായ പ്രശ്നങ്ങളല്ലാതെ നമുക്കൊരു പ്രശ്നവുമില്ല. അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നില്ലേ, ഈ പറയുന്ന ക്ഷേത്രത്തിനകത്തുള്ള ഇലഞ്ഞിത്തറ മേളം കാണാൻ ഏതെല്ലാം ആളുകളുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്? എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ ഇല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളില്ലേ? ആരാണ് അവിടെ രാഷ്ട്രീയം സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസിക്കൽ ശബ്ദം കേട്ട് ആ താളത്തിന്റെ നിർവൃതിയിൽ 2:30 മണി മുതൽ ആരംഭിക്കുന്നത് 5:45 വരെ ഏകദേശം ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ആരവത്തിന്റെ ആവേശത്തിന്റെ ഒരു കൊടുമുടി കണ്ടതാണ്. അവിടെ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, ഇവിടെ നടന്നത് നമ്മൾ പറയേണ്ടി വരും. ആ നടന്നത് പറയുമ്പോഴാണ് ചില ഫേസ്ബുക്കുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാള് വന്നിട്ട് ശരിയായതല്ല ഈ വിഷയം, നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ആളുകൾ വന്നാൽ ഇത് ശരിയാക്കും എന്നുള്ള ഭാഷ ഈ തെരഞ്ഞെടുപ്പിന് പ്രയോഗിക്കുന്നത് വളരെ ദുഃഖകരമുണ്ട്. അത് വളരെ പ്രയാസവുമുണ്ട്. ആ പ്രയാസത്തെയാണ് ഞാൻ വളരെ ഗൗരവപരമായി തുടക്കത്തിൽ സംസാരിച്ചത്. ഇവിടെ പൂരം എന്ന് പറയുന്നത് ആ പൂരത്തിന്റെ എത്രയോ ദിവസത്തെ അധ്വാനമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മൈസൂരിൽ നിന്ന് മറ്റു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പോയി, ചെന്നൈയിൽ നിന്ന് പോയി പട്ടുശീലകൾ കൊണ്ടുവന്ന് പട്ടുകുട ഉണ്ടാക്കുകയാണ്. ആ പട്ടുകുടകൾക്ക് മാറ്റുകൂട്ടി ഇതാണ് ഇവിടെ കുടമാറ്റം നടത്തുന്നത്. ആ കുടമാറ്റത്തിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയം ഉൾപ്പെടുത്താൻ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചപ്പോൾ ആദ്യം പരാതി കൊടുത്ത് ഞാനായിരുന്നു കളക്ടർക്ക്. അതായത് RSS നേതാവിന്റെ ചിത്രം കാണിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ കളക്ടർ അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. 4 മണിക്ക് കൊടുത്ത പരാതി 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്കുണ്ടായിരുന്ന കുടമാറ്റത്തിൽ ഉൾപ്പെടുത്തിയില്ല. ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല സമയക്കുറവോട് മാത്രം ഒരു ഇടവേളയും അനിവാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ കുടയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത് സവർക്കറുടേതാണ്. സവർക്കർ ഒരിക്കലും ഒരു RSSന്റെ നേതാവായിരുന്നു ശ്രീ സുനിൽ. ജനറൽ ഡിബേറ്റ് അതിന്റെ അവസാന 4 മിനിറ്റിലേക്ക് കടക്കുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഒപ്പം സുനിലും ഒപ്പം ബലദേവും ഒക്കെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധയപ്പെടുന്നു. അവരൊക്കെ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. മാത്രമല്ല സുനിലൊക്കെ പറയുന്നത്, ഞാൻ ക്ഷമിക്കണം അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നതുകൊണ്ട്, അവിടെ സംഭവിച്ചു പോയതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതിലുപരി അവിടെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ചിലരുടെയൊക്കെ സാന്നിധ്യം അതാണ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്, അവിടേക്ക് രാഷ്ട്രീയവൽക്കരണം നടന്നു, അത് മാത്രമാണ് കുഴപ്പമെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന പോലൊരു തോന്നലുണ്ടായി. താങ്കളുടെ നിരീക്ഷണം എന്താണ് ആ കാര്യത്തിൽ? വളരെ വേഗം മറുപടി പറഞ്ഞു. അല്ലെന്നാ ഞാൻ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ശബ്ദം എൻ്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. സുനിൽ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടു, ബൽദേവ് സംസാരിക്കുമ്പോൾ കേട്ടില്ല. ഒരൊറ്റ കാര്യം പറയട്ടെ ശ്രീ ഉമേഷ്, ഇതിൽ വളരെ വ്യക്തമാണല്ലോ. ഇലഞ്ഞിത്തറ മേളവും മടത്തിൽ ഉരവും അതുപോലെ ചെറുപൂരങ്ങളും ക്ഷേത്രാചാരങ്ങളും വിളംബരങ്ങളും പിറ്റേ ദിവസം ഉപചാരം ചൊല്ലിപ്പിരിയിലും ആറാട്ടും അതിനോട് ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാം മനോഹരമായി തൃശ്ശൂരിൽ വർഷങ്ങളായി ഒരു കുഴപ്പമില്ലാതെ നടന്നു വരുന്നുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇവർക്കൊക്കെ അത് നടക്കുന്നതിൽ വിഷമമുണ്ട്. ആ വിഷമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് എവിടെ ഉത്സവങ്ങൾക്ക് തടസ്സം ചെയ്തിട്ടാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം പറയാത്ത ആളായിരുന്നു. പക്ഷെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയില്ല, അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. പക്ഷെ ഒരു സംശയവും വേണ്ട, RSS ആയാലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഈ ആഘോഷത്തെ ഇവർ അംഗീകരിക്കുന്നതാണ്, അംഗീകരിച്ച് തന്നെ പറ്റൂ. പക്ഷേ ഈ ആഘോഷം നിങ്ങൾ തകർത്തു. ആ ഓഫീസർമാരും മറ്റാളുകളും കൂടി തകർത്തു. ആ
തകർത്തതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടാകില്ലേ? അത് നിങ്ങൾ എതിർക്കുന്നുണ്ടോ? 2, ആ അജണ്ട ഉണ്ടായി എന്നറിയപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അതിനകത്ത് ഇടപെടും. ജനങ്ങളും ഇടപെടും, പൊതുജനങ്ങളും ഇടപെടും. ഇടപെട്ടവർ കൃത്യമായി നിലപാടുകൾ പറയും. ആ നിലപാടുകൾ അവിടെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ ഇവരൊക്കെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ആ രാഷ്ട്രീയം തന്നെ ഞാൻ പറഞ്ഞു വെക്കാം. എന്താണെന്ന് അറിയാമോ? സുനിൽ ലാലൂരേ, ബൽദേവേ, ഞങ്ങളുടെ MP ആയിരുന്നു അവിടെയെങ്കിൽ, ഞങ്ങളുടെ MLA ആയിരുന്നു അവിടെയെങ്കിൽ, ഇതുപോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനെ തകർക്കാനായിട്ട് കാക്കീട്ടവന്മാരുടെ നേതൃത്വത്തിൽ ഒരു പടകൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ അവരെ പുഷ്പം പോലെ മാറ്റി നിർത്തി ജനങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ കൃത്യമായ നിലപാടുകളിലൂടെ അത് നടപ്പിലാക്കാനുള്ള പ്രാപ്തിയുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങളുടെ മന്ത്രി ഉണ്ടായിട്ട് പോലും, നിങ്ങളുടെ MP ഉണ്ടായിട്ട് പോലും, MLA ഉണ്ടായിട്ട് പോലും ഒരാളും അതിനെതിരെ വേണ്ട പോലെ കൃത്യമായി മുന്നിൽ നിന്ന് നയിച്ചില്ല, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അക്രമം ചെയ്യുന്നവരെ നേരിട്ട് മാറ്റി നിർത്തപ്പെട്ടില്ല. ഉദ്യോഗസ്ഥരെ കൃത്യമായ രീതിയിൽ വരച്ച വരയിൽ നിർത്തി ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റിയില്ല എന്നുള്ളതാണ് വീഴ്ച നമ്പർ 1. പിന്നെ 2, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വിഷയമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും, ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിലൊന്നല്ല, വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ആ വിഷയത്തിൽ വിവരവധി ആളുകൾ വന്നിട്ടുണ്ടാവും. ആ വന്ന ആളുകൾ എന്താ കുഴപ്പം? എന്താ വന്ന് അന്വേഷിച്ചാൽ കുഴപ്പം? ഇവർ ചെയ്തതൊന്നും കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അതിനകത്ത് റാൻമൂളികളായിട്ട് ഇവിടെ അധികാര കസേരയിൽ ഇരുന്നവരൊന്നും നിന്നത് നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നുന്നില്ല. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോയ ആളുകളാണ്, അവരുടെ നിറമാണ്, അവരുടെ കൊടിയാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അങ്ങ് 4 മടക്കി 8 മടക്കി കയ്യിൽ വെച്ചേക്ക്. അതിൽ കൃത്യമായിട്ടുള്ള സമീപനവും ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം അതൊരു നാടിന്റെ ആവശ്യകതയാണെന്നേ. ഒരു നാടിന്റെ ഉത്സവങ്ങളെയും നാടിന്റെ ആഘോഷങ്ങളെയും നാടിന്റെ ആചാരങ്ങളെയും നാടിന്റെ അനുഷ്ഠാനങ്ങളെയും നാടിന്റെ കൂട്ടായ്മയും തകർക്കാൻ അധികാര കസേരയിൽ ഇരിക്കുന്നവർ ഉദ്യോഗസ്ഥരെ വെച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് നേരിടേണ്ട ബാധ്യത ഇപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത് കൃത്യമായിട്ട് നടക്കും എന്നുള്ളത് സുനിൽ ലാലൂരും മനസ്സിലാക്കിക്കൊള്ളുക, ബൽദേവും മനസ്സിലാക്കുക. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള രാഷ്ട്രീയം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇടപെടേണ്ടവർ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ട ശൗര്യത്തോടു കൂടി ഇടപെടും. അതേത് വിഷയമായിക്കോട്ടെ. ഇന്നല്ല ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട. യെസ്, ഏതായാലും പൂരം അവസാനിച്ചെങ്കിലും അതിന് പിന്നിലുണ്ടായ വീഴ്ചയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിക്കുന്നില്ല. അത് കേവലം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമായി സംഭവിച്ച വീഴ്ചയായി ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം എത്രത്തോളം സത്യസന്ധമായി നടക്കും, എത്രത്തോളം നടപടിയിലേക്ക് കടക്കുമെന്നതൊക്കെ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളൊക്കെ നോക്കി കാണേണ്ടിയിരിക്കുന്നതോടെ ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു.